പത്തനംതിട്ട കോന്നിയിലെ പാറമട അപകടത്തിൽ കാണാതായ ഒഡീഷ സ്വദേശി അജയ് റായ്ക്കുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ വീണ്ടും പാറ അടർന്നു വീണുകൊണ്ടിരുന്നതിനാൽ അപകട സാധ്യത കണക്കിലെടുത്താണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ചെങ്കളം പാറമടയുടെ പ്രവർത്തനം ജില്ലാ കളക്ടർ നിരോധിച്ചു. അതീവ ദുർഘടമായ സാഹചര്യത്തിലും ഇന്നലെ അതിസാഹസികമായാണ് മാദേവ് ദേശായി എന്നയാളുടെ മൃതദേഹം അഗ്നിശമന സേന പുറത്തെടുത്തത്. അവിടെ വെച്ചിരുന്നു അങ്ങനെ അങ്ങനെ CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വീണ്ടും പാറ അടർന്നു വീഴുന്നത് വലിയ പ്രതിസന്ധിയാണ്, വെല്ലുവിളിയുണ്ട് അവിടെ എത്തുന്ന ഓരോരുത്തർക്കും മുന്നിൽ. എങ്ങനെയാണ് ഇന്നത്തെ തിരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? എപ്പോൾ തുടങ്ങും? ഒഡീഷ സ്വദേശിയായിട്ടുള്ള അജയ് റായ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 7 മണിയോടുകൂടി പുനരാരംഭിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സ് സംഘങ്ങളെ സഹായിക്കുന്നതിനായി NDRFന്റെ ഒരു സംഘം ഇന്നലെ തന്നെ കോന്നിയിലെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സമാന രീതിയിലുള്ള ദുരന്ത മുഖങ്ങളിൽ തുടർന്ന് വന്ന സ്ട്രാറ്റജി സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇരു കൂട്ടരും തമ്മിൽ നടത്തുകയും അതിനാവശ്യമായ മുൻകരുതലോടുകൂടിയായിരിക്കും ഇന്നത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. യന്ത്രസാമഗ്രികളുടെ സഹായത്തോടു കൂടി ആണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നലെ സൂചന നൽകിയിരുന്നു. അതിൻ്റെ ആവശ്യമായ യന്ത്രസാമഗ്രികൾ ഇന്നലെ തന്നെ എത്തിച്ചിരുന്നു. ഒരു ക്രെയിനും ചെറിയ ബുൾഡോസറുകളിലൊന്നും രാത്രി തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് ക്രെയിൻ വഴി ചെറിയ ബുൾഡോസർ ഈ അപകട സ്ഥലത്തേക്ക് ഇറക്കിയ ശേഷം ഓപ്പറേറ്ററെ ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അങ്ങനെ ഈ ബുൾഡോസറിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവർ ക്യാബിനിലുണ്ട് എന്ന് കരുതുന്ന ഒഡീഷ സ്വദേശിയുടെ ശരീരം പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. കാണാതായി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ജീവൻ അവശേഷിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഒരു മരണമാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇന്നലെ രാത്രി 6:20 സംഭവ സ്ഥലത്തു നിന്നും ലഭ്യമായത്. അതേസമയം തന്നെ അടർന്നിരിക്കുന്ന പാറകളിൽ കൂടുതൽ താഴേക്ക് പതിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നലെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചത്. സമാനമായ സ്ഥിതി ഇപ്പോൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെ സങ്കീർണമായ ഒരു പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇന്ന് പകൽ സാക്ഷ്യം വഹിക്കുക. പ്രതീക്ഷിക്കുന്ന സമയം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ദൗത്യം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി തന്നെ അജയ് റായിയെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ പാറ അടർന്നു വീഴുന്നതൊക്കെയാണ് വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. അതൊക്കെ എത്രത്തോളം അപകടമുള്ള ഏരിയ ആണ് എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യത്തിൽ നിന്ന് പോലും വ്യക്തമാണ്. അപ്പോൾ കൂടുതൽ യന്ത്രസാമഗ്രികളൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ വെല്ലുവിളിയെ അതിജീവിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ മൃതദേഹം ഒരുപക്ഷെ ആളെ കണ്ടെത്താനാകും എന്നുള്ളൊരു സൂചന അത് ഈ ദൗത്യ സംഘത്തിന് ഇപ്പോഴും ഉണ്ടോ? അത്ര പെട്ടെന്നൊരു തെരച്ചിൽ നടത്താൻ പറ്റുന്നൊരു ഘട്ടമാണോ ഇപ്പോഴും? വലിയ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണോ ഈ ദൗത്യത്തിനെത്തുന്ന ഓരോരുത്തരും പറയുന്നത്? ആളുകൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് നടന്ന് ചെന്ന് ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന ഭാഗത്തെ ദൗത്യം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടത്തിൽ ഇന്നലെ പൂർത്തിയായിരുന്നു. അതേസമയം തന്നെ ഈ മൃതശരീരം മാറ്റി 40 മിനിറ്റ് പിന്നിട്ട വേളയിലാണ് 2 തവണയായി വലിയ പാറ കഷ്ണങ്ങൾ അടർന്ന് ഈ സ്ഥലത്തേക്ക് വീണത്. ഒരുപക്ഷെ അത് അല്പം മുൻപ് സംഭവിക്കുമായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തമായിരുന്നു നമ്മളെ കാത്തിരുന്നത്. ഭാഗ്യവശാൽ എന്നാൽ വലിയ അപകടമുണ്ടായ സാഹചര്യമാണെങ്കിൽ പോലും ഫയർഫോഴ്സ് അംഗങ്ങളും മറ്റ് തൊഴിലാളികളായ 2 പേരും അടക്കം 6 പേരാണ് മൃതശരീരം മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നത്. എന്തായാലും അത്തരം ഒരു വലിയ അപകടം ഒഴിവായി എന്നുള്ളത് സമാധാനത്തിന് വക നൽകുന്നതാണ്. അതേസമയം ഈ വലിയ അപകടം ഉണ്ടായത്, അതായത് ഈ പാറ അടർന്നു വീണ ഭാഗത്ത് ഉണ്ടായിരുന്ന ബുൾഡോസർ അടക്കം ഏറെക്കുറെ തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണുള്ളത്. ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏറെ ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങളായിരിക്കും ഇന്നുണ്ടാവുക. ഒരുപക്ഷെ കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഓപ്പറേഷനായിരിക്കും ഇതിൻ്റെ ഭാഗമായി ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ നൽകിയ വിവരമനുസരിച്ച് ക്രെയിനിൽ ചെറിയ ബുൾഡോസർ അവിടേക്ക് ഇറക്കി ശേഷം അതിൽ ഓപ്പറേറ്ററെ എത്തിച്ച് ആയിരിക്കും ഇന്നത്തെ പ്രവർത്തനം എന്നുള്ളതാണ്. വലിയ തോതിൽ പാറയും അവശിഷ്ടങ്ങളും ഈ ബുൾഡോസറിന് മുകളിൽ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ കോടതി നടപടിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ ഈ ക്വാറി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ അപകടം നടന്ന പശ്ചാത്തലത്തിൽ മുന്നിലേക്കുള്ള നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? താൽക്കാലികമായിട്ട് എന്തെങ്കിലും പ്രവർത്തനത്തിന് സ്റ്റേ വല്ലോ നൽകിയിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂടി അറിയുന്നത്?
കോടതിയുടെ അനുമതിയോടുകൂടിയാണ് പ്രവർത്തനം തുടർന്നു വന്നത്. അതിൽ ക്വാറി പ്രവർത്തനത്തിന്റെ കാലാവധി എന്നുള്ളത് 2026 ജനുവരി മാസം 30 അവസാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ജില്ലാ കളക്ടറേറ്റിൽ നിന്നും ലഭ്യമാവുന്ന വിവരം അനുസരിച്ചും നിലവിൽ ലൈസൻസോടുകൂടി തന്നെയാണ് പാറമടയുടെ പ്രവർത്തനം. ക്വാറി അതായത് ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട ലൈസൻസിന്റെ കാലാവധി അവസാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിട്ടുള്ള ഒരാൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ അപകടം മുൻനിർത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ക്വാറിയുടെ പ്രവർത്തനം പാടില്ല എന്നുള്ളതാണ്. ശരി, എന്തായാലും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ക്വാറിയുടെ പ്രവർത്തനം പാടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 7 മണിയോടുകൂടി ദൗത്യം വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും.